കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബാധ്യത. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട കാരണം അവൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ, മരണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് കടം മേടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുടുംബനാഥന് വലിയ അസുഖബാധിതനായി മാറും. ചിലപ്പോൾ അപ്രതീക്ഷിതമായ മരണമുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ സാമ്പത്തിക ഭാരം ഒഴിവാക്കാനായിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. കൂടുതൽ ആളുകൾക്കുമുള്ള പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. കടം മേടിച്ചാൽ കൊടുക്കണ്ട എന്ന തോന്നലിലാണ് പലരും കടം മേടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കൊടുക്കാം, ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഇങ്ങനെ കരുതി ഇരുന്ന് ഈ കടം വർദ്ധിക്കും. കടം വർദ്ധിച്ചു കഴിയുമ്പം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം പേർക്കുണ്ട്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു 10,000 രൂപയെ ഒരു മാസം വരുമാനമുള്ളൂ എന്ന് കരുതുക. നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കേണ്ടത്, എനിക്ക് 8,000 രൂപയെ വരുമാനമുള്ളൂ. എന്നിട്ട് ആ 8,000 രൂപയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള ചെലവുകൾ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 10,000 ഉള്ളൂ, നമ്മൾ ചിന്തിക്കുന്നു 8,000 നമുക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. 8,000-നകത്ത് നമ്മുടെ ചിലവുകൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒതുക്കാൻ പറ്റുന്നില്ല. നമുക്ക് 13,000 രൂപയുടെ ചിലവുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 10,000 രൂപയ്ക്ക് ജോലി ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അധികപ്പെട്ടുള്ള വരുമാനമുണ്ടാക്കാൻ, അതായത് ഒരു 16,000 രൂപയും കൂടെ അല്ലെങ്കിൽ 7,000 രൂപയും കൂടെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള ജോലി നമ്മൾ ചെയ്തേ മതിയാകൂ. കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധം അപ്പോൾ തന്നെ നമുക്കുണ്ടാകണം. അതനുസരിച്ചിട്ട് ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരുമാനമുണ്ടാക്കാനുള്ള മാർഗം നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്കൊരു 15,000 16,000 രൂപയുടെ വരുമാനം നമുക്ക് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്ക് 13,000 രൂപയെ വരുമാനമുള്ളൂ. ബാക്കി പൈസ നമ്മൾ സൂക്ഷിച്ച് വെച്ചേ മതിയാകും. കാരണം ഒരു അത്യാവശ്യ സാഹചര്യം വരുമ്പോൾ നമുക്ക് എടുത്തുപയോഗിക്കാൻ വേണ്ടി അത് നമ്മൾ മാറ്റിവെക്കണം. അല്ലാതെ 15,000 കിട്ടുന്നു, 15,000 ചിലവാക്കുക, അല്ലെങ്കിൽ 17,000 ചിലവാക്കുക, അങ്ങനെയൊരു ശീലം ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോകരുത്. 500 രൂപ അല്ലെങ്കിൽ 1,000 രൂപയെങ്കിലും ഒരു മാസം നമ്മൾ മാറ്റിവെക്കാനായി ശ്രദ്ധിക്കുക. കടം മേടിച്ചാൽ ഒരു ദിവസം മുമ്പേ ആ കടം കൊടുത്തു തീർക്കാനായി ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കടം വീട്ടാം എന്ന ചിന്ത ഒരു കാരണവശാലും ചെയ്യരുത്. ഹിന്ദുമത വിശ്വാസപ്രകാരം കടബാധ്യതകളിൽ നിന്നും ഒഴിയുന്നതിനായി, കടബാധ്യതകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതിനായി ഗണപതി ഭഗവാനെയും വേലായുധ സ്വാമിയെയും പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. ജ്യോതിഷപ്രകാരം ജ്യോതിഷികൾ ചില പ്രത്യേക സമയങ്ങളിൽ കടം വീട്ടാനായി ആ സമയങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ കടബാധ്യത പെട്ടെന്ന് തന്നെ തീരും എന്ന് പറയുന്നുണ്ട്. ആ പ്രത്യേക സമയത്തെയാണ്
മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. എല്ലാ മാസവും ഇങ്ങനെയുള്ള ചില മുഹൂർത്ത സമയങ്ങൾ വരാറുണ്ട്. പ്രധാനമായും ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും മേടലഗ്നവും കൂടി ചേർന്ന് വരുന്ന സമയം. ചൊവ്വാഴ്ചയും അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും കൂടി ചേർന്ന് വരുന്ന മറ്റൊരു സമയം. ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ കടത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ വീട്ടാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സ്രോതസ്സ് നമ്മുടെ മുമ്പിലേക്ക് വരികയും പെട്ടെന്ന് ആ കടം വീട്ടാനായി സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ചില മാസങ്ങളിൽ ഈ ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും മേടലഗ്നവും അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും കൂടിച്ചേർന്ന് വരുന്ന ദിവസങ്ങൾ വരും. ചിലപ്പോൾ ഈ ചൊവ്വാഴ്ച എന്നുള്ളതങ്ങ് മാറിപ്പോകും. അശ്വതി നക്ഷത്രവും മേടൽ ലഗ്നവും അല്ലെങ്കിൽ അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും അങ്ങനെ വരുമ്പം ചിലപ്പം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ വരും. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി വരികയാണെങ്കിൽ ആ സമയത്ത് ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ പ്രത്യേക സമയത്ത് ആ മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ കടം കുറച്ചെങ്കിലും വീട്ടാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ 100% പെട്ടെന്ന് തന്നെ നമ്മുടെ കടം വീടും എന്നാണ് വിശ്വസിക്കുന്നത്. ചില മാസങ്ങളിൽ ഈ ചൊവ്വാഴ്ച എന്നുള്ളത് മാറും. പക്ഷേ അശ്വതി നക്ഷത്രം മേടൽ ലഗ്നം ആ രീതിയിൽ വരും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ ദിവസങ്ങളിലെ മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ കടം വീട്ടാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് തുകയെങ്കിലും ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 75% എത്രയും പെട്ടെന്ന് വീട്ടാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ജ്യോതിഷികൾ പറഞ്ഞു തരുന്ന ഒരു സമയമാണ്. ഒരുപാട് ആളുകൾക്ക് ഈ സമയത്ത് കടം വീട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ കടം അവർക്ക് വീട്ടാനായി സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അനുഭവസ്ഥർ ധാരാളമുണ്ട്. ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടം വീട്ടണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരികയും കടം വീട്ടാനായി നമ്മളൊരു പരിശ്രമം എടുക്കുകയും ചെയ്യും. പലപ്പോഴും ഈ പരിശ്രമം എടുക്കാത്തതാണ് കടം വീട്ടാൻ സാധിക്കാത്തത്. കാരണം നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ആഹാരകാര്യങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ മറ്റ് വിനോദ കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി നടക്കും. പക്ഷേ കടം മേടിച്ചത് കൊടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമായിരിക്കും നമ്മുടെ കുഴപ്പം. കാരണം നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് കടം വീട്ടാൻ കാശില്ല. അതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് കടം വർദ്ധിക്കുന്നത്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഇപ്പോൾ ഒരു 1,00,000 രൂപ നമുക്ക് കടമുണ്ടെങ്കിൽ ഈ പ്രത്യേക സമയത്ത് നമുക്ക് 1,000 രൂപയെങ്കിലും ബാങ്കിൽ കൊണ്ട് അടയ്ക്കാനായിട്ട് നമ്മളൊരു പരിശ്രമം ചെയ്യുകയാണെങ്കിൽ പിറ്റേ മാസവും നമ്മൾ എന്തു ചെയ്യും? എന്തെങ്കിലും ഒന്ന് കൊണ്ട് അടയ്ക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തും. അങ്ങനെ ഒരു മാസം 1, 2, 3 തവണയൊക്കെ, പ്രത്യേകിച്ച് 1, 2, 3 തവണയൊക്കെ മൈത്രേയ മുഹൂർത്തങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ 3 തവണ വരികയാണെങ്കിൽ ആ 3 തവണയും എന്തെങ്കിലും ഒരു തുക നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കും. അതൊരു പരിശ്രമമാണ്. ആ പരിശ്രമം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ കുറേശ്ശെ ദൈവാനുഗ്രഹവും കൂടി വരുമ്പോൾ നമുക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടും. പലരുടെയും കടം വീട്ടാത്തതിൻ്റെ കാരണം അവരെ കടം വീട്ടുന്ന കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരുടെ മനസ്സിൽ കാണും കടം ഒഴിയണമെന്നുള്ളത്. പക്ഷേ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് വേണ്ടേ കടം അടയ്ക്കാൻ? അങ്ങനെ ഒരു ചിന്ത വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്കൊരു 15,000 രൂപ വരുമാനമുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക, എനിക്ക് 12,000 രൂപ വരുമാനമേ ഉള്ളൂ. എന്നിട്ട് 3,000 രൂപ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് പലർക്കും ഇല്ലാത്തത്. ആദ്യം നമ്മൾ ചിലവുകളെല്ലാം അങ്ങ് നടത്തും. നമ്മളിങ്ങനെ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ പൈസ വെച്ചിട്ട് ഇങ്ങനെ
കാണുന്നതും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മേടിക്കും. എന്നിട്ടൊരു മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും പിന്നെ കാശൊന്നുമില്ല, തീർന്നു, പിന്നെ കടം മേടിക്കണം. ആ ഒരവസ്ഥയിലേക്ക് പോകും. അതാണ് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. അത് മാറ്റി വളരെ ശ്രദ്ധയോടുകൂടി പണം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തങ്ങൾ എപ്പോഴാണ് എന്ന് നോക്കാം. ഈ മാസം 2 തവണയാണ് ഈ പ്രത്യേക സമയം വരുന്നത്. ഒന്നാമതായിട്ട് ഒക്ടോബർ മാസം 8-ാം തീയതി, അന്ന് ബുധനാഴ്ചയാണ്. അന്ന് വൈകുന്നേരം 6:36 മുതൽ 8:27 വരെയാണ് സമയം. വൈകുന്നേരമാണ് സമയം വന്നത്. ഈ വൈകുന്നേര സമയത്ത് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി, ഇനി ബാങ്ക് ലോൺ ആണെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി കടം വീട്ടാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓൺലൈനായി ഒരു കുറച്ച് തുകയെങ്കിലും അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിന് നമുക്ക് സാധിക്കുന്നില്ല, ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാനുള്ള സാഹചര്യം നമുക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള തുകയും നമ്മുടെ കയ്യിലില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ നമ്മളെ കൊണ്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു 500 രൂപ, എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് പറ്റുന്ന ഒരു തുക, അത് ഒരു കവറിലിടുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ നാമം ജപിക്കുന്നത്, പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി, അതല്ല നമ്മൾ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്ന ആ ഭാഗത്ത് അവിടെ ചെന്ന് നിന്ന് ഈ പ്രത്യേക സമയത്ത് നമ്മൾ ഈ കാശെടുത്ത് ഈ കവറിനകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇന്ന ആൾക്ക് കൊടുക്കാനുള്ളത്, അതിൽ 500 രൂപ ഞാൻ കൊടുത്തു. ഇപ്പം ശിവദാസന് 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ശിവദാസന് 10,000 രൂപ കൊടുക്കാനുള്ളതിൽ ഞാൻ 500 രൂപ കൊടുത്തു എന്നും പറഞ്ഞ് എഴുതുക. ബാങ്കിലാണെങ്കിൽ അത് ഇന്ന ലോൺ നമ്പറിൽ ഞാൻ 500 രൂപ അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ കവറും ഈ പൈസയും കൂടി നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെക്കുക. എന്നിട്ട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വിനായകനെയാണ്. വിനായകനെ പ്രാർത്ഥിക്കണം. കാരണം തടസ്സങ്ങളൊന്നും കൂടാതെ നമുക്ക് ഈ കർമ്മം അനുഷ്ഠിക്കുവാനും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ വിനായക ഭഗവാനെ പ്രാർത്ഥിക്കുക. കേതു എന്ന ഗ്രഹത്തിൻ്റെ ദേവതയാണ് ആര്? വിനായകൻ. ഈ അശ്വതി നക്ഷത്രവും കേതു എന്ന ഗ്രഹവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളുടെ ആ ജനന സമയത്തെ ദശ എന്ന് പറയുന്നത് കേതുർദശയാണ്. കേതുർദശയിലാണ് ഇവരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. കാരണം കേതുവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് വിനായകനെ കറുകപ്പുല്ലുകൾ കൊണ്ട് ആരാധിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ എന്തുതന്നെയായാലും നമ്മളിങ്ങനെ കടമടയ്ക്കാനായിട്ട് ഒന്നുകിൽ ആ സമയത്ത് കടമടയ്ക്കുക, കുറച്ചെങ്കിലും കൊടുക്കുക, അതല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് ഈ കടം അടയ്ക്കുന്നതിനായിട്ട് ഒരു കവറിലിട്ട് എഴുതി മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ ആദ്യം വിനായകനെ പ്രാർത്ഥിക്കണം. പിന്നീട് പ്രാർത്ഥിക്കേണ്ടത് മുരുകനെയാണ്. കാരണം ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ ദോഷങ്ങളെല്ലാം മാറി, നമ്മുടെ ജാതക ദോഷങ്ങളും കർമ്മദോഷങ്ങളും എല്ലാം മാറി നമുക്ക് ഈ കടം എത്രയും പെട്ടെന്ന് മാറ്റിത്തരുന്നതിനായി വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. അദ്ദേഹമാണ് നമ്മുടെ തലയിലെഴുത്ത് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ തലയിലെഴുത്ത് മാറ്റാൻ പ്രാപ്തിയുള്ള ഈശ്വരനാണ് മുരുകൻ. മുൻജന്മദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, നമ്മുടെ വീട്ടുകാർ ചെയ്ത ദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മുടെ പൂർവികർ ചെയ്ത പല ദോഷങ്ങൾ കൊണ്ടും നമ്മൾ കഷ്ടപ്പെടും. നമ്മുടെ കുടുംബപരമായിട്ടുള്ള പല ദോഷങ്ങൾ, ഭൂമി സംബന്ധമായ ദോഷങ്ങൾ,
ഗ്രഹപ്പിഴ ദോഷങ്ങൾ, ജാതക ദോഷങ്ങൾ, നമ്മുടെ കർമ്മദോഷങ്ങൾ, നമ്മുടെ മുൻജന്മ ദോഷങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. നമ്മൾ വലിയ കടക്കാരനായി വീടും പുരയിടും ഒക്കെ നഷ്ടപ്പെട്ട് വഴിയിലിറങ്ങേണ്ടുന്ന അവസ്ഥ അതെന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ കർമ്മദോഷമാണ്. അപ്പം ഈ ദോഷങ്ങൾ മാറുന്നതിനായി വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. ഈ 2 ദേവതകളെ നിർബന്ധമായും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കടം വീട്ടാനായി നമ്മൾ ശ്രമിക്കുക. നമ്മൾ കൊടുക്കാനുള്ള ആ ഇൻസ്റ്റാൾമെൻറ്റ് തുക അത് ആ സമയത്ത് കൊടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കവറിലിട്ട് നമ്മുടെ പൂജാമുറിയുടെ അവിടെ വെക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കവറിലിടുക. നിങ്ങൾ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ അലമാരിയിൽ സൂക്ഷിച്ച് വെക്കുക. ഈ പൈസ മറ്റൊരു കാര്യത്തിനും എടുത്ത് ഉപയോഗിക്കരുത്. കടം വീട്ടാനായി തന്നെ ഇത് ഉപയോഗിക്കണം. അടുത്ത മൈത്രേയ മുഹൂർത്തം വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചും കൂടെ പൈസ നിങ്ങൾക്ക് ആ കവറിലിട്ട് വെക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രദ്ധിക്കാനുള്ളത് ഇനി ഈ ഒക്ടോബർ മാസം വരാൻ പോകുന്ന മൈത്രേയ മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 2 ദിവസങ്ങളാണ്, 2 മൈത്രേയ മുഹൂർത്തങ്ങളാണ് ഒക്ടോബറിൽ വരാനുള്ളത്. ഒന്ന് ഒക്ടോബർ 8-ാം തീയതി ബുധനാഴ്ചയാണ്. അന്ന് വൈകുന്നേരം 6:36 മുതൽ 8:27 വരെയുള്ള സമയമാണ്. ആ സമയം നിങ്ങൾക്ക് ഈ ഒരു നല്ല കാര്യത്തിനായി ഉപയോഗിക്കാം. രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ 24-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അത് രാവിലെ 7:49 മുതൽ 10 മണി വരെയാണ് രാവിലെ. ഈ സമയത്ത് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ യഥാശക്തി കടം വീട്ടാനായി കുറച്ചു തുക മാറ്റിവെക്കുക. 1,00,000 രൂപ കൊടുക്കാനുണ്ട്, നിങ്ങൾ 500 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ 500 രൂപ ഒരു കവറിലെഴുതി മാറ്റിവെക്കുക. ആ 500 രൂപ മീൻകാരൻ വരുമ്പോൾ എടുക്കരുത്, അതവിടെ വെച്ചേക്കണം. നിങ്ങൾക്ക് അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ കുറച്ച് പൈസയും കൂടി ആ കവറിലിട്ട് വെക്കാനായിട്ട് പറ്റും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഭഗവാനെ പ്രാർത്ഥിച്ച്, പിതൃക്കളെ പ്രാർത്ഥിച്ച്, കുടുംബ പരദേവതകളെ പ്രാർത്ഥിച്ച്, വിനായകനെയും മുരുകനെയും പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പിതൃക്കളുടെ അനുഗ്രഹം വേണം. മരിച്ചുപോയ ആളുകളെ ഓർക്കണം, ബലിയിടണം. പലപ്പോഴും നമുക്ക് ഈ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് ബലികർമ്മങ്ങൾ കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ്. കൃത്യമായി ബലിയിടുകയും അമാവാസി ദിവസങ്ങളിൽ നമ്മൾ ബലിയിടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കടങ്ങൾക്ക് നല്ല ശമനമുണ്ടാകും. കാരണം ഈശ്വരൻ പലപ്പോഴും നമ്മളെ അനുഗ്രഹിക്കും, പക്ഷേ പിതൃക്കൾ തടയും. അതുകൊണ്ട് പിതൃശാപം വരുത്തരുത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, നിങ്ങൾ എല്ലാ അമാവാസ്യ ദിവസങ്ങളിലും നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി നിങ്ങൾ ബലിയിട്ട് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ, ഇനി അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അന്നേ ദിവസം കാക്കകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, പിതൃക്കളെ പ്രാർത്ഥിച്ചാൽ, ആ കൂട്ടത്തിൽ കടം വീട്ടാനുള്ള പരിശ്രമം കൂടി എടുക്കണം. ഉന്തിൻ്റെ കൂടെ ഒരു തെള്ള്. ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് കുറച്ചു തുകയെങ്കിലും മാറ്റിവെക്കാൻ പറ്റിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ പൂർണ്ണമായും നിങ്ങൾക്ക് വീട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.